വ്യക്തിപരമായ ചില കാര്യങ്ങൾ പരാമർശിക്കാതെ ഇന്നലത്തെ കൊല്ലം വാർത്താ സമ്മേളന വിവാദത്തെ വിലയിരുത്താൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം, കൊല്ലം ബ്യൂറോയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മാധ്യമപ്രവർത്തകരുടെ രാഷ്ട്രീയം അവർ അറിയാതെ പുറത്തു വരുന്നതാണ്. മാധ്യമ മേഖലയെ അടിമുടി പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് മാധ്യമം ആഴ്ചപ്പതിപ്പിന് വേണ്ടി ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ ഒരു അഭിമുഖം തയ്യാറാക്കണം. മന്ത്രിയെ വിളിച്ചു. സമയം ലഭിച്ചത് 10-ാം തീയതി. തെറ്റിപ്പോകരുത്, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 10. ഉച്ച കഴിഞ്ഞ് 3 മുതൽ 4 വരെയുള്ള സമയമാണ് എനിക്ക് അനുവദിച്ചിരുന്നത്. 2:30 തന്നെ ഞാൻ മന്ത്രിയുടെ ഓഫീസിലെത്തി. ഞാൻ പുറത്തുണ്ടെന്ന് മെസ്സേജ് അയച്ചു. പേഴ്സണൽ സ്റ്റാഫിനോട് കാര്യവും പറഞ്ഞു. മന്ത്രിയുടെ ഓഫീസിൽ നിരനിരയായി മീറ്റിങ്ങുകൾ നടക്കുകയാണ്. 2:30 നിന്ന് 3:30 പിന്നെ 4 എന്നെ അകത്തേക്ക് വിളിപ്പിച്ചു. ഞാനിങ്ങനെ ലാപ്ടോപ്പൊക്കെ എടുത്തു വെച്ച് നേരത്തെ തയ്യാറാക്കി വെച്ച ചോദ്യങ്ങളടങ്ങിയ നോട്ട് പാഡ് ഓപ്പൺ ചെയ്തു. ഈ സമയത്താണ് ധനമന്ത്രിക്ക് ഒരു കോൾ വരുന്നത്. പെട്ടെന്ന് അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവിടെ പോയിട്ടുള്ളവർക്കറിയാം, മന്ത്രിയുടെ മുറി എന്നാൽ വലിയ വിശാലമായ മുറിയാണ്. അദ്ദേഹമായ ഫോണുമായി ആ മുറിയിൽ തലങ്ങും വിലങ്ങും നടക്കുകയാണ്. ചോദ്യങ്ങൾക്കൊക്കെയും സൂക്ഷ്മമായി ഉത്തരം കൊടുക്കുകയാണ്. എല്ലാം ഓക്കെയാണെന്ന് ബാലഗോപാൽ അങ്ങോട്ട് മറുപടി കൊടുക്കുന്നത് മാത്രമേ എൻ്റെ ചെവിയിൽ പതിയുന്നുള്ളൂ. ഫോൺ വിളി അവസാനിച്ചതും അദ്ദേഹം കസേരയിൽ തിരിച്ചെത്തി. ആശ്വാസത്തോടെ ചാരിയിരുന്നു. എന്നോടാണ്, എന്നാൽ അതേസമയം അദ്ദേഹത്തോട് തന്നെയുമാണ്. പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: CM ആണ് വിളിച്ചത്. ഡൽഹി യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളെല്ലാം കൃത്യമാണോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്താൻ വിളിച്ചതാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ധനമന്ത്രി തലേന്ന് തന്നെ പറഞ്ഞിരുന്നു 5 മണിക്ക് ഡൽഹിക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇൻ്റർവ്യൂ സമയം 3 മുതൽ 4 വരെ ആക്കിയത്. എന്നോട് എന്തു പറയുമെന്ന ആശങ്ക മിനിസ്റ്ററുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാം. ഞാൻ മെല്ലെ ലാപ്ടോപ്പ് അടച്ചു. മിനിസ്റ്റർ യാത്ര വൈകേണ്ട, നമുക്ക് മറ്റൊരു ദിവസം ഒരുമിച്ചിരിക്കാം. തനിക്ക് വിഷമമൊന്നും ഇല്ലല്ലോ എന്ന് സൗമ്യമായി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യാത്ര നേരത്തെ പ്ലാൻ ചെയ്തതല്ലേ, അത് നടക്കട്ടെ, അടുത്ത ദിവസം ഞാൻ വിളിച്ചിട്ട് വരാം. എന്നാൽ പിന്നെ ഇൻ്റർവ്യൂ വീട്ടിൽ വെച്ച് നടത്തിക്കളയാമെന്ന് മിനിസ്റ്റർ മറുപടിയും തന്നു. ഞാൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എൻ്റെ മനസ്സ് ഉടക്ക് നിന്നത് അത്രയും ആ ഫോൺ വിളിയിലായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനമന്ത്രി KN ബാലഗോപാലിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച ആ ഫോൺ വിളി. എങ്ങനെയാണ് ഒരു സർക്കാർ ചലിക്കുന്നതെന്ന് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട സംഭവമായിരുന്നു അത്. എല്ലായിടത്തും മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടം ഉണ്ടാകുമെന്ന് ഉറപ്പാക്കുന്ന ഒന്നായിരുന്നു ഈ അനുഭവം. ഈ വിധം ഓരോ മന്ത്രിയെയും നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന, അപ്ഡേറ്റ് അന്വേഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന വികസനം ഉണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞത്. പിന്നീട് 10 ദിവസം കഴിഞ്ഞ് ബാലഗോപാലിൻ്റെ ഔദ്യോഗിക വസതിയിൽ പോയി എനിക്ക് ആ ഇൻ്റർവ്യൂ എടുക്കാനും കഴിഞ്ഞു. ആ ഇൻ്റർവ്യൂവിലും മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ അദ്ദേഹം വിശദമാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകർ 1996 മുതൽ കാണുന്ന, 98 മുതൽ ശത്രുപക്ഷത്ത് നിർത്തുന്ന അതേ പിണറായി വിജയൻ്റെ കണിശതയാർന്നതും കാർക്കശ്യമാർന്നതുമായ സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ്. ഇക്കാര്യം അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്ത മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ ശാരദാ മുരളീധരനടക്കം എത്രയെത്ര ബ്യൂറോക്രാറ്റുകൾ പോലും പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ടി സമ്മേളനങ്ങളിലും പാർട്ടി കമ്മിറ്റികളിലും ഇതേ പിണറായി വിജയനെയാണ് കാണാൻ കഴിയുക. സംശയമുള്ളവർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആയവരോടോ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായവരോടോ ഒന്ന് ചോദിച്ചു നോക്കുക. പറഞ്ഞു വരുന്നത് പിണറായി സ്തുതിയല്ല, പിണറായിയുടെ സമയക്ലിപ്തതയെക്കുറിച്ചാണ്. ഇതേ പിണറായി വിജയനെ മാത്രമേ നിങ്ങൾക്ക് വാർത്താ സമ്മേളനങ്ങളിലും കാണാൻ കഴിയൂ. ആ കൃത്യതയും ജാഗ്രതയും സൂക്ഷ്മതയും ധൈര്യവുമൊക്കെ അവിടെയും കാണാൻ കഴിയും. ഇന്നലെ കൊല്ലത്ത് നടന്ന കാര്യത്തെക്കുറിച്ച് ഇന്നലെ തന്നെ ഒരു വീഡിയോ തയ്യാറാക്കണമെന്ന് കരുതിയിട്ടും ഇന്ന് വേണ്ട, നാളെ ആകട്ടെ എന്ന് തീരുമാനിച്ചത് കൊല്ലം സംഭവത്തെക്കുറിച്ച് പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയുമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ്. ആ മറുപടിയിലേക്ക് വരാം. അതിനു മുന്നേ കൊല്ലത്ത് ആ വെല്ലുവിളി സ്വഭാവത്തിൽ ചോദ്യമുന്നയിച്ച ആ മഹാനുഭാവനെയും അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയും ഒന്ന് കണ്ടുവരാം. കണ്ടതിന് ശേഷം ആ റിപ്പോർട്ടർ ആരാണെന്ന് വിശദമായി പറഞ്ഞു തരാം. മോശമാണ്, ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അങ്ങാടെ ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്യുന്നതാണ്. മോശമാണ് ചെയ്യേണ്ടത്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, ചോദിക്കണം. ചോദ്യം ചോദിക്കണം.
ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പോൾ പ്രകടമായത്. ഇതേതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങളെല്ലാവരും ചോദിച്ചു, നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകനാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതല്ലേ ഉണ്ടായത്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കുകയല്ലേ. നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ ഒരു പത്രസമ്മേളനത്തിൽ അവസരം കിട്ടിയെന്ന് വരുമോ? അപ്പോൾ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. AV ജയശങ്കർ എന്ന റിപ്പോർട്ടറാണ് ആ ചോദ്യമല്ല ചോദ്യം ചെയ്യൽ നടത്തിയത്. ജയശങ്കർ ആരാണെന്ന് ആദ്യം നോക്കാം. പാലക്കാട് സ്വദേശിയാണ്. 2020 കാലത്ത് മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് KSU നേതാവ്, പിന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ്, അതായത് അടിമുടി കോൺഗ്രസ്. പുറമേ കാണുന്നത് റിപ്പോർട്ടർ TVയുടെ റിപ്പോർട്ടർ എന്ന കുപ്പായത്തിലാണെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ആ ശരീരത്തിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. പിണറായി വിജയനെ കണ്ടാൽ സ്വാഭാവികമായും ഉറങ്ങിക്കിടക്കുന്ന ആ കോൺഗ്രസ്സുകാരൻ ഉണർന്നെഴുന്നേൽക്കും. അതാണ് കൊല്ലത്ത് സംഭവിച്ചത്. ജയശങ്കറിനെ ചോദ്യം ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കുമായിക്കൂടാ എന്നായിരുന്നു മീഡിയ വൺ റിപ്പോർട്ടർ ലിജോ ലോറൻസിൻ്റെയും മനോരമയിലെ രതീഷിൻ്റെയും ചിന്ത. ജയശങ്കറെ പോലെ അവരുടെ ഉള്ളിലെ കോൺഗ്രസ്സുകാരൻ ഉണർന്നതാണോ, അതോ അവരുടെ സ്ഥാപനങ്ങളുടെ ഉള്ളടക്കമായ കോൺഗ്രസ് ഉണർന്നതാണോ എന്ന് മാത്രമാണ് സംശയം. അവരിരുവരും ജയശങ്കറിൻ്റെ കൂടെ കൂടി. അതോടെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയ ശേഷം നടന്നു പോകുമ്പോൾ ബഹളമയമായത്. അപകടം തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി അതുകൊണ്ടാണ് തിരികെ വന്ന് കൃത്യമായ മറുപടി നൽകി മടങ്ങിപ്പോയത്. ഇത് ഞാൻ ഊഹിച്ചു പറയുന്നതല്ല. കൊല്ലത്ത് ജോലി ചെയ്ത അനുഭവം വെച്ചും പ്രസ് ക്ലബ് ഭാരവാഹികളെ വിളിച്ച് അന്വേഷിച്ചുമാണ് ഇക്കാര്യം ഇത്ര ഉറപ്പോടെ ഞാൻ പറയുന്നത്. കാര്യങ്ങളുടെ കിടപ്പുവശം ഇതായിരിക്കെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി എത്ര കൃത്യമാണ്. ആമുഖം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇന്നലെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മുടെ മാധ്യമപ്രവർത്തകരുമായിട്ട് ആദ്യമായിട്ട് സംവദിക്കുന്ന എല്ലാവരും തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് എല്ലാ ദിവസവും സംവദിക്കുന്ന രീതി വരുന്നുണ്ട്. അതിൽ സ്വീകരിക്കുന്ന നില നേരത്തെ നിങ്ങളെ കാണുമ്പോഴുള്ള അത്രയും സമയം ഈ ഘട്ടത്തിൽ ചെലവഴിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു 40 മിനിറ്റ് 30 മിനിറ്റ് കയറി വന്നാൽ 40 മിനിറ്റ് എന്ന രീതിയിൽ സംസാരിക്കുന്ന നിലയാണ് ഞാൻ സ്വീകരിക്കുന്നത്. അതിലാമുഖമായി കഴിയാവുന്നത്ര 15 മിനിറ്റ് കൊണ്ട് നിർത്തും, അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ പോകും. ഇന്നലെ അത് കുറച്ച് നീണ്ടു തോന്നുന്നു, 25 മിനിറ്റ് വരെ ആയുമെന്ന് സംശയമുണ്ട്. എന്നാൽ സാധാരണ 15 മിനിറ്റ് 20 മിനിറ്റ്. ഇവിടെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ തീരുമാനത്തിൻ്റെ ഭാഗമായി ചോദിക്കുന്നതാണ്. ആരാണ് ചോദിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയല്ല ഉത്തരം പറയാറ്. ചോദ്യത്തിന് ഉത്തരം പറയുന്ന രീതിയാണ് എല്ലാ കാലത്തും ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ ഉണ്ടായത് വിശദമായ 2-3 ചോദ്യം വന്നു. ചോദ്യം വളരെ വിശദമായി മറുപടി പറയേണ്ട തരത്തിലുള്ള 2-3 ചോദ്യം വന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴേക്ക് 40 കഴിഞ്ഞ് 45 പോവുകയാണ്. അപ്പോൾ 40 കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമുക്കിന്ന് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഞാൻ പോയി. കുറച്ച് ദിവസമായിട്ട് കാണുന്ന ഒരു പ്രവണതയുണ്ട്. ചില ആൾക്കാർ ബഹളത്തിന് തയ്യാറായിട്ട് വരുന്നൊരു മട്ട് കാണാനുണ്ടായിരുന്നു. അപ്പോൾ 2-3 ആളുകൾ, പ്രത്യേകിച്ച് 1-2 ആൾ, വലിയ ബഹളം, വലിയ ശബ്ദം, എന്തോ മറുപടി പറഞ്ഞില്ല. പിന്നെ പ്രത്യേകം ചാനലിനും പത്രത്തിനുമൊക്കെ മറുപടി പറഞ്ഞുള്ളൂ, ഞങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞൊരു വല്ലാത്ത സീൻ സൃഷ്ടിക്കുക. സാധാരണ ഞാൻ പോകേണ്ടതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയൊരു അവിടെ തന്നെ എല്ലാവരും ഇരിക്കുകയല്ലേ, അവിടെ അവരുടെ മുമ്പിൽ വെച്ചാണല്ലോ ഈ പ്രകടനം നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അത് ക്ലാരിഫൈ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ തിരിച്ചു വന്നു.
നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി തന്നത്. നിങ്ങളെ മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടായെങ്കിൽ അതിനെനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. നിങ്ങൾ ചോദിക്കണ്ടേ? ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത ചോദ്യത്തിന് ഞാൻ അങ്ങനെ ഉത്തരം പറയും? എൻ്റെ മുന്നിൽ വന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇതൊരു ബഹളം വെക്കുന്നത് ശരിയല്ല എന്ന് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇതൊരു പുതിയ അനുഭവമാണ്. എങ്ങനെ കാര്യങ്ങൾ വക്രീകരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണത്. ഏത് ചോദ്യത്തിനും മറുപടി പറയുന്ന രീതിയാണ് സാധാരണ ഞാൻ സ്വീകരിക്കാറ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായതുകൊണ്ട് ഒരു ബഹളമയമാക്കി മാറ്റാൻ ശ്രമിച്ചത് അത് നിർഭാഗ്യകരമായിപ്പോയി. അതുകൂടി ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുക. അതായത് മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഒന്നും പരിലാളന കൊണ്ടല്ല പിണറായി വിജയൻ എന്ന കണ്ണൂരുകാരൻ, ചിത്തുകാരൻ്റെ മകൻ, അടിസ്ഥാന വർഗത്തിൻ്റെ പ്രതിനിധികളിൽ ഒരാൾ 10 വർഷം തുടർച്ചയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത്. കൂട്ടം കൂടി ആക്രമിക്കുമ്പോൾ ആക്രമിക്കപ്പെടുന്നവനൊപ്പം നിൽക്കുന്ന ശീലം മാനവികമായും രാഷ്ട്രീയമായും ലഭിച്ച ഒന്നാണ് എന്നെ സംബന്ധിച്ച്. അതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം കൂട്ടം കൂടി ആക്രമിക്കുന്നോ അത്രത്തോളം പിണറായി വിജയനോട് അടുത്ത് നിൽക്കാൻ മാത്രമേ എന്നെപ്പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തകന് കഴിയൂ. പറയുമ്പോൾ എല്ലാം സ്വതന്ത്രവും നീതിയുക്തവുമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങൾ എന്നാണ് വീമ്പിളക്കുക. പക്ഷേ അവരുടെ ഒരു റിപ്പോർട്ടർ വെല്ലുവിളിക്കും വിധം മുഖ്യമന്ത്രിയെ പോലെ ഒരാളോട് പെരുമാറുമ്പോൾ ഇതൊന്നും അത്ര ശരിയല്ലട എന്നെങ്കിലും എഡിറ്റർ പദവിയിൽ ഇരിക്കുന്നവർ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു ശരി. ന്യൂസ് ലാബിൻ്റെ ഈ ലക്കം പൂർണ്ണമാകുന്നു. വിലയിരുത്തലുകളും വിമർശനങ്ങളും ഉന്നയിക്കാം, അതിൽ മടിക്കേണ്ടതില്ല. നന്ദി, നമസ്കാരം.